ദീപാവലി വെക്കേഷൻ വന്ന സമയത്ത് നാട്ടിൽ പോയപ്പോൾ എൻ്റെ വീട്ടിൽ പോയതാണ് ഈ കാണുന്നത്. കുറച്ച് ഗ്യാപ്പിന് ശേഷം വന്നതാണ്. ഒരു ദിവസം അവിടെ നിന്നു. ഞാൻ കുറച്ച് ദിവസം കൂടി അവിടെ നിന്നിട്ടാണ് തിരിച്ചു വന്നത്. നാട്ടിൽ നല്ല മഴയാണല്ലോ, അപ്പം ആ ഒരു മഴയും ഒരു തണുപ്പും എൻ്റെ കൂടി ചെറിയൊരു വെയിലും അന്നൊരു പ്രഭാതമായിരുന്നു എന്ന് തന്നെ പറയാം. പിന്നെ ഒബ്വിയസ്ലി ഞാൻ വീട്ടിലെത്തിയാൽ അമ്മേൻ്റെ ഒരു പൂന്തോട്ടം ഞാൻ ഇങ്ങനെ ഒന്ന് വിസിറ്റ് ചെയ്യും. ഓരോ പൂക്കളും അതിൻ്റെ ഒരു കളറും ഭംഗിയും എല്ലാം ഒന്ന് ആസ്വദിച്ചിട്ട് ഒരു മുറ്റത്തോട് ഒരു നടത്തങ്ങ് നടക്കും. ഈ പ്രാവശ്യം കണ്ട ഒരാളാണ് ഒരു പുതിയൊരു അതിഥി, അതായത് ശംഖുപുഷ്പപ്പൂ. കണ്ടിട്ടുണ്ടാവും, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ. ഇപ്പം അതിൻ്റെ ചായ എല്ലാം ഭയങ്കര ഫേമസ് ആണ്. ശംഖുപുഷ്പ ടീന്നും എന്താ പറയുക, അതിൻ്റെ ഡ്രൈഡ് പൂ വെച്ചിട്ട് ചായയെല്ലാം ഉണ്ടാക്കുന്നത് കാണാം. അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് തലേന്ന് ആക്ച്വലി പ്ലാൻ ഉണ്ടായിരുന്നു പൂരിയാണ് നാളെ, അപ്പം ബാജിയാണോ ചന്നാക്കറിയാണോ എന്ന്. അപ്പോൾ എല്ലാവരും കൂടി ഡിസൈഡ് ചെയ്തു ഒരു സൈഡ് കാർബോഹൈഡ്രേറ്റ് ആകുമ്പോൾ പ്രോട്ടീൻ വേണമല്ലോ എന്ന്. അപ്പം അങ്ങനെ അതിലേക്ക് എത്തി. ഇപ്പം അങ്ങനെയാണല്ലോ, നമ്മളെല്ലാം ബാലൻസ്ഡ് ഡയറ്റില്ല ആദ്യം ആലോചിക്കുന്നത്. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. അപ്പോൾ അടിപൊളിയായിരുന്നു. കാണുന്നത് നാരങ്ങക്കറിയാണ്. മാമി മാതള നാരങ്ങ തന്നിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് അമ്മ പെട്ടെന്നൊരു നാരങ്ങക്കറി ഉണ്ടാക്കി എനിക്ക് തന്നതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഇരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.